ഈ തടവുകാരൻ ഓരോ പുതിയ നമ്പർ പ്ലേറ്റുകൾ വരുമ്പോഴും അയാൾ അത് മനഃപൂർവ്വം എടുത്ത് വളക്കുമായിരുന്നു. എന്നിട്ട് മറ്റൊരു കേടുവന്ന പ്ലേറ്റ് കൂടി വന്നിട്ടുണ്ടെന്ന് അവൻ ഗാർഡിനോട് പറയും. എന്നാൽ അത് ചപ്പുചവറുകളിലേക്ക് എറിയുന്നതിന് പകരം ഗാർഡ് ശ്രദ്ധിക്കാത്ത സമയത്ത് അവൻ ആ വളഞ്ഞ പ്ലേറ്റ് രഹസ്യമായി തന്റെ ടൂൾ ബോക്സിൽ ഒളിപ്പിച്ചു വെക്കും. യാതൊരു സംശയവുമില്ലാതെ മാസങ്ങളോളം അവൻ ഇത് ആവർത്തിച്ചു. തന്റെ പദ്ധതി കൂടുതൽ കൃത്യമാക്കുന്നതിനായി അവൻ എല്ലാ രാത്രിയും ഉറങ്ങുന്നതിനു മുമ്പ് കഠിനമായി പരിശീലിക്കുമായിരുന്നു. ശരീരം അതിന്റെ പരമാവധി പരിധിയിലെത്തുന്നതുവരെ അവൻ പരിശീലനം തുടർന്നു. അതിനുശേഷം കട്ടിലിനടിയിൽ ഒളിപ്പിച്ചുവെച്ച പേനയും പേപ്പറും എടുത്ത് എത്ര നേരം ശ്വാസം അടക്കിപ്പിടിക്കാൻ കഴിയുമെന്ന് അവൻ ശ്രദ്ധാപൂർവം കുറിച്ചുവെക്കും. അന്ന് രാത്രി 10 മിനിറ്റ് നേരം ശ്വാസം അടക്കിപ്പിടിക്കാൻ അവന് സാധിച്ചു. തന്റെ പദ്ധതി നടപ്പിലാക്കാൻ ആ സമയം ധാരാളമായിരുന്നു. പിറ്റേന്ന് രാവിലെ ചപ്പുചവറുകൾ പുറത്തേക്ക് കളയാൻ പോയപ്പോൾ ഒരു പോലീസ് വാൻ അടുത്തുതന്നെ പാർക്ക് ചെയ്തിരിക്കുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഡ്രൈവർ മറ്റാരോടോ സംസാരിക്കുന്ന തിരക്കിലായിരുന്നു. ഒട്ടും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവസരം മുതലെടുത്ത് തടവുകാരൻ വാനിന് നേരെ പാഞ്ഞു. നേരത്തെ പരിശീലിച്ചതുപോലെ തന്നെ നമ്പർ പ്ലേറ്റുകൾ കൊണ്ട് നിർമ്മിച്ച ഷീറ്റ് അവൻ വിടർത്തുകയും വാനിനടിയിലേക്ക് നൂഴ്ന്നു കയറുകയും ചെയ്തു. വാൻ ജയിലിന് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ കുറച്ച് ഗാർഡുകൾ പരിശോധനയ്ക്കായി വന്നു. പക്ഷേ അവർക്ക് അസ്വാഭാവികമായി ഒന്നും തോന്നിയില്ല. വാനിനടിയിലെ കാഴ്ചകൾ സാധാരണ പോലെയായിരുന്നു. കാരണം ആ മനുഷ്യന്റെ ശരീരം മുഴുവനായി നമ്പർ പ്ലേറ്റുകൾ കൊണ്ടുള്ള ഷീറ്റിന് പിന്നിൽ കൃത്യമായി മറിഞ്ഞിരുന്നു. തൃപ്തരായ അവർ വാൻ പോകാൻ അനുവദിച്ചു. അങ്ങനെ മണ്ടൻ പോലീസുകാരെ പറ്റിച്ച് അവൻ രക്ഷപ്പെട്ടു.